തെരഞ്ഞെടുപ്പിലേറ്റ കനത്ത പരാജയത്തിന് ശേഷമുള്ള CPM-ന്റെ ആദ്യത്തെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ഇന്ന് നടക്കുകയാണ്. തോൽവി സംബന്ധിച്ചൊരു പ്രാഥമിക വിലയിരുത്തൽ ഉണ്ടാകും ഈ കമ്മിറ്റിയിൽ. പ്രതിപക്ഷ നേതാവ് ആരാകണമെന്ന കാര്യത്തിലും ഇന്നത്തെ യോഗത്തിൽ ധാരണയുണ്ടാകും. തോൽവിയിൽ ഉത്തരവാദികൾ ഭരണത്തെ നയിച്ച പിണറായി വിജയനും പാർട്ടിയെ നയിക്കുന്ന MV ഗോവിന്ദനുമാണെന്ന തരത്തിലാണ് നേതാക്കൾക്കിടയിലുള്ള ചർച്ച. ആ വികാരം സെക്രട്ടേറിയറ്റ് യോഗത്തിലും ഉയരാൻ ഇടയുണ്ട്. യോഗത്തിന് ശേഷം പിണറായി വിജയൻ ഇന്ന് മാധ്യമങ്ങളെ കണ്ടേക്കും. ഹരിമോഹൻ നൽകും വിശദാംശങ്ങൾ. ഹരി, പാർട്ടിക്കൊപ്പം ഉറച്ചുനിന്ന ഇടതുകോട്ടകളിലടക്കം വിള്ളൽ വീഴ്ത്തിയാണ് UDF-ന്റെ ജയമുണ്ടായിട്ടുള്ളത്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഈ ഉത്തരവാദിത്തത്തിന്റെ തോൽവിയും ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് നിന്ന് മുഖ്യമന്ത്രി മാറി നിൽക്കുമെന്നുള്ള സൂചനകളൊക്കെ വന്നിരുന്നു. ഈ MV ഗോവിന്ദനും പിണറായി വിജയനും അടക്കമുള്ള അവർക്കെതിരെയുള്ള വികാരം അത് ഇന്നത്തെ ഈ ചർച്ചയിൽ പ്രതിഫലിക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ലല്ലോ. ഒപ്പം ഈ പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് ആരായിരിക്കും വരിക എന്നുള്ളൊരു ചോദ്യം കൂടി അവിടെ അവശേഷിക്കുന്നുണ്ടല്ലോ ഹരി. കീർത്തന ഷിഹാസ്, ഗുഡ് മോർണിംഗ്. തീർച്ചയായിട്ടും അങ്ങനെ ഒരു ചോദ്യം അവശേഷിക്കുന്നുണ്ട്. പ്രതിപക്ഷ നേതാവ് ആരാണെന്നറിയണം. ഒപ്പം തന്നെ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ എന്തൊക്കെ നിലയിലുള്ള വിമർശനമാണ് ഉയരുക എന്നുള്ള കാര്യത്തിലും ഒരു വ്യക്തത വരേണ്ടതുണ്ട്. ഇഴകീറി പരിശോധന CPM-ൽ അങ്ങനെ ഈ അടുത്ത കാലത്തൊന്നും കാണാത്തതാണ്. അത്തരത്തിലൊരു പരിശോധനയായിരിക്കും ഈ തോൽവി സംബന്ധിച്ച് ഉണ്ടാവുക എന്നുള്ളതാണ്. കാരണം CPM-ന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും വലിയ പതനത്തിലേക്ക് നയിച്ചത് എന്താണ് എന്നുള്ളത് നേതാക്കൾക്കിടയിലുള്ള ചർച്ചകളെല്ലാം തന്നെ പുറത്തേക്ക് വരാനുള്ള അല്ലെങ്കിൽ അവർക്കിടയിലുള്ള വികാരമെല്ലാം തന്നെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ പ്രതിഫലിക്കാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട്. ഈ തെരഞ്ഞെടുപ്പിനെ നയിച്ചത് രണ്ടുപേരാണ് എന്നുള്ളത് തന്നെയാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റിലെ നേതാക്കളുടെ എല്ലാം തന്നെയുള്ള ഒരു വിലയിരുത്തൽ. അത് മുഖ്യമന്ത്രി പിണറായി വിജയനും ഒപ്പം പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനുമാണ്. അതുകൊണ്ട് സ്വാഭാവികമായും ആ തോൽവിയുടെ ഉത്തരവാദിത്തം ഇരുവരും ഏറ്റെടുക്കണമെന്നുള്ള നിലപാട് തന്നെ നേതാക്കൾ പങ്കുവയ്ക്കാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് പാർട്ടി കോട്ടകളിൽ അപ്രതീക്ഷിതമായ വിള്ളലുണ്ടായിട്ടുണ്ട്. അവിടേക്ക് അതിന് തന്നെ വലിയ രീതിയിലുള്ള പതനമുണ്ടായിട്ടുണ്ട്. തളിപ്പറമ്പിലും പയ്യന്നൂരിലും ഒക്കെ തന്നെ ഉദുമയിലും തൃക്കരിപ്പൂരിലും ഒക്കെ തന്നെ പാർട്ടി വോട്ടുകൾക്ക് എന്ത് സംഭവിച്ചു എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ചോദ്യം. ആ പാർട്ടി വോട്ടുകൾ, കേഡർ സ്വഭാവത്തിലുള്ള വോട്ടുകൾ UDF-ലേക്ക് വല്ലാതെ ഒഴുകിപ്പോയിട്ടുണ്ട്. അത് നേരത്തെ ഇങ്ങനെ ഒരു കേഡർ വോട്ടുകൾ പാർട്ടിയിൽ നിന്ന് ഒഴുകിപ്പോകും എന്നുള്ള മുൻകൂട്ടിയുള്ള ഒരു ധാരണ ഉണ്ടായിട്ടില്ല. അല്ലെങ്കിൽ പാർട്ടിക്ക് അങ്ങനെ ഒരു വിലയിരുത്തൽ മുൻകാലത്തൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇത്തവണ എന്ത് സംഭവിച്ചു എന്നതടക്കമുള്ള ഒരുപാട് ചോദ്യങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അതിനോടൊപ്പമാണ് PK ശ്യാമളയെ സ്ഥാനാർത്ഥിയാക്കിയത് വലിയ തിരിച്ചടിയായി, കണ്ണൂരിൽ ഒന്നടങ്കം വലിയ തിരിച്ചടിയായി എന്നുള്ള ഒരു വിലയിരുത്തലിലേക്ക് കൂടി സംസ്ഥാന നേതൃത്വം എത്തുന്നത്, പ്രത്യേകിച്ച് ഒരു വിഭാഗം നേതാക്കൾ എത്തുന്നത്. അതിന് MV ഗോവിന്ദൻ രൂക്ഷമായ വിമർശനത്തിന് വിധേയമാകാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. PK ശ്യാമളയെ സ്ഥാനാർത്ഥിയാക്കിയത് വ്യക്തി താല്പര്യത്തിന് അധിഷ്ഠിതമായിട്ടാണ് എന്നുള്ള രീതിയിലുള്ള സംസാരങ്ങൾ പല കോണുകളിൽ നിന്നായി ഇതിനോടകം തന്നെ ഉയർന്നു കഴിഞ്ഞു. അപ്പോൾ പാർട്ടി സംസ്ഥാന സെക്രട്ടറി ഉന്നം വെച്ചുകൊണ്ട് നേതാക്കൾ സംസാരിച്ചാലും അതിൽ അത്ഭുതപ്പെടാനില്ല. മാത്രമല്ല ഈ SIR-ന് ശേഷം ഈ ന്യൂനപക്ഷ വോട്ടുകളുടെ ഒരു ഏകീകരണം അത് ഇത്തവണ ഇടത് വിരുദ്ധമായിട്ടുണ്ടായി എന്നുള്ള ഒരു വിലയിരുത്തൽ കൂടിയുണ്ട്. അപ്പോൾ ആ കാര്യങ്ങൾ കൂടി വലിയ രീതിയിൽ ചർച്ചയാകും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒപ്പം തന്നെയാണ് നേരത്തെ ചോദിച്ചതുപോലെ ഈ പ്രതിപക്ഷ നേതാവ് ആരാണ് എന്നുള്ളത്. എന്തായാലും പിണറായി വിജയൻ പ്രതിപക്ഷ നേതൃസ്ഥാനം ഏറ്റെടുക്കാനുള്ള സാധ്യത വളരെ വിരളമാണ് എന്ന് തന്നെ പറയേണ്ടി വരും. അങ്ങനെ പിണറായി വിജയൻ ഏറ്റെടുത്തില്ലെങ്കിൽ അടുത്ത ഓപ്ഷൻ എന്നുള്ള നിലയിൽ കാണാൻ കഴിയുക ഒരേ ഒരു പേരാണത് KN ബാലഗോപാലാണ്. പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം പരാജയപ്പെട്ടപ്പോഴും കൊട്ടാരക്കരയിൽ KN ബാലഗോപാൽ വിജയിച്ച് കയറിയിരുന്നത് കൊണ്ട് ബാലഗോപാലിന്റെ പേരാണ് പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് പ്രധാനമായിട്ടും പറഞ്ഞു കേൾക്കുന്നത്. അക്കാര്യം എന്തായാലും സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിലടക്കം ചർച്ചയാകുമെന്നുള്ളതാണ്. പക്ഷേ എല്ലാവരും കാത്തിരിക്കുന്നത് മറ്റൊരു കാര്യത്തിനു കൂടി വേണ്ടിയാണ്. ഈ സെക്രട്ടേറിയറ്റ് യോഗത്തിലെ വിലയിരുത്തൽ പൂർത്തിയായ ശേഷം മുഖ്യമന്ത്രി പിണറായി വിജയൻ മാധ്യമങ്ങളെ കാണുമോ എന്നുള്ളതാണ് ഉയരുന്ന ഒരു പ്രധാന ചോദ്യം. അദ്ദേഹം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ മാധ്യമങ്ങളുടെ മുന്നിൽ കൂടി കടന്നുപോയെങ്കിൽ പോലും ഒരു ചിരിയും കൈ ഉയർത്തിയുള്ള പതിവ് അഭിവാദ്യവും നടത്തുക എന്നുള്ളതിനപ്പുറത്തേക്ക് ഒരു പ്രതികരണം ഉണ്ടായിട്ടില്ല. ആ പ്രതികരണം ഇന്നുണ്ടാകുമോ, മാധ്യമങ്ങളെ കാണുമോ എന്നുള്ളതാണ് പ്രധാനമായിട്ടും ഉറ്റുനോക്കേണ്ടുന്ന മറ്റൊരു കാര്യം.